ഈ 2026 മെയ്യിൽ ഹോളിവുഡിലൊരു സിനിമ റിലീസായിരുന്നു. ഇന്ത്യൻ തിയേറ്റേഴ്സിലും ആ സിനിമ റിലീസ് ഉണ്ടായിരുന്നു. അധികം പേരും ശ്രദ്ധിക്കാതെയും ആരും കാണാതെയും പോയൊരു സിനിമയായിരുന്നു അത്. അത് OTTയിൽ റിലീസ് ചെയ്തപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. നല്ല ഗംഭീര റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഏതാണ് സിനിമ എന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആമസോൺ പ്രൈമിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിലീസായിട്ടുള്ള ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്നുള്ള സിനിമയെ കുറിച്ചാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഗംഭീര സിനിമയാണ് കേട്ടോ, അതിഗംഭീര സിനിമ എന്ന് ഒറ്റ വാക്കിൽ പറയാം. തീർച്ചയായിട്ടും തിയേറ്ററിൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ OTTയിൽ പോയിട്ട് സിനിമ കണ്ടോളൂ. അത്രയ്ക്ക് ഗംഭീര പടമാണ് കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കും ഫാമിലിക്കും കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടും കൂടെ തോന്നി കേട്ടോ. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പോയിലർ അല്ല, ട്രെയിലറിൽ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. ഡെൻബ്രൂക്ക് എന്നൊരു മനോഹരമായിട്ടുള്ളൊരു പട്ടണം, അത് തന്നെ ഒരു പെയിൻറ്റിങ്ങിൽ വരച്ച പോലത്തെ ഒരു ഗ്രാമമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ആ ഫ്രെയിമിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. നമ്മളതിൻ്റെ ഫ്രെയിം കാണുമ്പോൾ തന്നെ നമുക്ക് ചില സിനിമകളുടെ ആദ്യത്തെ ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ജോണർ, ഇതെങ്ങനെ പോകുന്നത്, കാണാൻ പറ്റിയൊരു സിനിമയാണോ എന്നൊക്കെ നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഗംഭീര വിഷ്വൽ ട്രീറ്റുള്ള അടിപൊളി സിനിമയാണ്. ഗ്രാമത്തിൽ കുറേ ഷീപ്പുകളുണ്ട്, അതായത് ആടുകൾ. അതുപോലെ തന്നെ ആടുകളെ നോക്കുന്ന ആടിൻ്റെ ഓണറുണ്ട്, അതായത് ആട്ടിടയൻ. പുള്ളിക്കാരനാണ് ഇതെല്ലാം നോക്കുന്നത്. അയാൾ ദിവസം ഈ ആടുകളെ നോക്കും, ഭക്ഷണം കൊടുക്കും, പരിപാലിക്കും. അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ആ ആടുകൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ആടുകൾ പരസ്പരം സംസാരിക്കും, അതും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം അവരുടെ ഫാമിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസും ആളുകളും എല്ലാം വന്ന് അവിടെ അന്വേഷണം നടത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ പ്ലോട്ട്. ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹ്യൂ ജാക്ക്മാൻ ആണ്. അതായത് നമ്മുടെ എക്സ്മെൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളെങ്കിലും അദ്ദേഹം അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ആടുകളാണ്. ആടുകൾ മാട്ടിൻകുട്ടികളാണ്. ഇത് ഒറിജിനൽ ആടുകളെക്കാട്ടിലും വെല്ലുന്ന തരം CG ആണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കിത് CG ആണെന്ന് ഒരിക്കലും തോന്നില്ല. അതായത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പോലുള്ള പക്ക അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് ഇതിൽ ഓരോ ആടുകളെയും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആടുകൾക്ക് ഡബ്ബിങ് കൊടുത്തിരിക്കുന്നത്, വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്, അവരുടെ സൗണ്ട്സും കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ പക്ക സിങ്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേ നമുക്ക് ആളുകളും അവരായിട്ട് നമുക്ക് തന്നെ ഒരു കണക്ഷൻ വരും, ഓട്ടോമാറ്റിക് ഒരു ബോണ്ട് വരും. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തുടക്കം നല്ല ഫീൽ ഗുഡ് ആയിട്ട് പോകുന്നത്. പിന്നീട് അങ്ങോട്ടാണ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും എന്താ പറയുക, ടെക്നിക്കൽ ടീമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൈനസും എനിക്കൊരു നെഗറ്റീവായിട്ട് ഇതിൽ കണ്ടപ്പോൾ തോന്നിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂർ മാത്രമുള്ള ഒരു കുഞ്ഞു സിനിമയാണിത്. കാണാത്ത ആളുകളാണെങ്കിൽ എത്ര പെട്ടെന്ന് പോയി കണ്ടോളൂ. കണ്ട ആളുകളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം മെൻഷൻ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.